47:9 പറയുകയാണ്, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് വളരെ മത്സ്യമുണ്ടാകും. നിന്റെ ശൂന്യതകളെ ഈ നദിക്ക് മാറ്റാൻ കഴിയും. നിന്റെ മരണപ്പെട്ട അവസ്ഥകളെ ഈ നദിക്ക് മാറ്റാൻ കഴിയും. ഈ നദി വരുമ്പോൾ അവിടെയെല്ലാം പഥ്യമായി തീരും. ഈ നദിക്ക്, ഈ ആത്മാവിൻ്റെ നദിക്ക്, ഈ പരിശുദ്ധാത്മാവിന് നിന്നെ വിശുദ്ധീകരിക്കാൻ കഴിയും. ഈ പരിശുദ്ധാത്മാവിന് വളരെ നന്മകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിന്നിലുള്ള ജീവൻ വർദ്ധിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, ഈ ആത്മതന്ന് നിന്റെ ഭവനത്തിൽ ഒഴുകിയാൽ ആ ഭവനത്തിലെ സകലതിലും ജീവൻ വ്യാപരിക്കും. ഈ ആത്മനദി നിന്റെ പട്ടണത്തിൽ ഒഴുകിയാൽ ആ പട്ടണത്തിൽ സകലത്തിന്റെയും അകത്ത് ജീവൻ ചലിക്കും. ഇന്ന് ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മ പ്രവർത്തിക്കും പരിശുദ്ധാത്മ ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുന്നവനല്ല, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ വിധേയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവനും ഈ നിമിഷം വരെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ആത്മാവ് ചലിക്കുന്നിടത്ത് ജീവൻ വ്യാപരിക്കും. ആത്മശക്തി വ്യാപരിക്കുന്നിടത്ത് പുതുക്കങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് എവിടെ വ്യാപരിക്കുന്നോ അവിടെ വെളിപ്പെടുന്ന ഒരു സമൃദ്ധിയുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു സമാധാനമുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു സൗഖ്യമുണ്ട്, അവിടെ വെളിപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. അത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.